സുഹൃത്തുക്കളെ, അമ്മ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചു. എക്സിക്യൂട്ടീവ് ഒന്നാകെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങളെത്തി. ആ, അമ്മയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അതിനൊക്കെ ഒടുവിലാണ് ആ, അമ്മ ഇപ്പോഴത്തെ ഭരണസമിതി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ, ഇന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് നടൻ മോഹൻലാൽ, അതായത് അമ്മയുടെ അധ്യക്ഷൻ മോഹൻലാൽ, ഈ തീരുമാനം, താൻ രാജിവെക്കാനുള്ള തീരുമാനം അറിയിക്കുന്നത്. മറ്റു പലരും അതിനെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു തീരുമാനം മോഹൻലാൽ എടുക്കുന്നു, താൻ ഒഴിയുകയാണ് എന്ന്. അതായത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഉണ്ട് ഇക്കാര്യത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞത്. അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് പോലെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ അത് അമ്മയുടെ ഭാരവാഹികളെ അതുവഴി അറിഞ്ഞു. അമ്മയുടെ ഭാരവാഹികളിൽ ചിലർ നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു എന്നുള്ളതാണ്. ഭരണസമിതിയിലെ നിരവധി പേർക്കെതിരെ ആരോപണമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് രാജിവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വിമർശിച്ചവർക്കും ഒപ്പം തന്നെ തിരുത്തിയവർക്കും നന്ദി എന്നുകൂടി പറയുന്നു. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയാണ് ഈ കുറിപ്പിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് മോഹൻലാൽ ഇനി അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് കൃത്യമായി പറയുകയാണ്. മോഹൻലാൽ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നസെൻ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയാണ് മോഹൻലാൽ പിന്നീട് അധ്യക്ഷനാകുന്നത്. മോഹൻലാൽ ആയപ്പോൾ മുതൽ പലർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മോഹൻലാലിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യർ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിൽ അവരെക്കെല്ലാം തൃപ്തിപ്പെടുന്ന ഒരു നടപടി ഫലത്തിലുണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരോടൊക്കെ നിരന്തരം ചൊറിച്ചിലുള്ള പല മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഭരണസമിതിയിൽപ്പെട്ട പലർക്കുമെതിരെ ആരോപണമുയരുന്നു എന്ന് മാത്രമല്ല, ഭരണസമിതിയുടെ അധ്യക്ഷനായിരുന്ന പ്രസിഡൻ്റായിരുന്ന ജഗദീഷ് തന്നെ അമ്മ പ്രതികരിക്കുന്നതിൽ വൈകിപ്പോയി എന്നതടക്കമുള്ള നിലപാടെടുക്കുകയും ചെയ്തു. അതായത് മോഹൻലാൽ ആദ്യം ആശുപത്രിയിലായിരുന്നു, പിന്നീട് അവരുടെ സ്റ്റേജ് ഷോ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജയൻ ചേർത്തല ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് ആദ്യം തന്നെ പ്രതികരിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ജഗദീഷ് ഉൾപ്പെടെയുള്ളവരാണ് ഇത് പഠിച്ച ശേഷം പ്രതികരിച്ചാൽ മതി എന്ന് പറയുന്നത്. അതേ ജഗദീഷ് തന്നെ പിന്നീട് ഇങ്ങനൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത് ഫലത്തിൽ കാണേണ്ടി വരും. ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് എടുത്ത നിലപാടും അമ്മ നേതൃത്വത്തിന് വീഴ്ച വന്നു എന്ന നിലപാടും പരസ്യമായി എടുത്തതോടുകൂടി തീർച്ചയായും മോഹൻലാലിനെ പോലൊരു നേതാവ്, ഈ അമ്മ സംഘടനയുടെ നേതാവ്, അദ്ദേഹത്തിലുള്ള ഒരു അവിശ്വാസം അവിടെ പ്രകടമാകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് അദ്ദേഹം രാജിവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു പരിധിവരെ ആ രാജിയെ തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ടതാണ്. അതൊരു ആർജവമുള്ള നിലപാടായി തന്നെ കാണുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആരോപണമുയർന്നാൽ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് പൃഥ്വിരാജിനെ പോലുള്ളവർ ചേർന്ന് പറയുകയും ചെയ്തു. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ മോഹൻലാലുമായി ചേർന്ന് അത്രയും ചേർന്ന് നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾ പോലും നിലപാട് പറഞ്ഞതോടെ ഒരു പരിധിവരെ മോഹൻലാലിനെ സംബന്ധിച്ച് വേദന ഉണ്ടായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം പഴയ ആരോപണങ്ങളാണ്. മാത്രവുമല്ല, ഇത്തരം ആരോപണങ്ങളിൽ നിയമ നടപടികളാണ് ഫലത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ അമ്മയുടെയൊക്കെ പദവിയിലിരിക്കുന്നവർ സ്വാഭാവികമായി മാറേണ്ടതുണ്ട്, അവർ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. സിദ്ദിഖ് ആദ്യം തന്നെ രാജിവെച്ചു, ആരോപണം ഉണ്ടായാലും തൊട്ട് പിന്നാലെ തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ സിദ്ദിഖിൻ്റെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെ സിദ്ദിഖ് രാജിവെച്ച് മാറുന്നു. ഇപ്പോൾ ആ സമിതിയാകെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് എത്തുന്നു. ഒരു പരിധിവരെ ധാർമ്മികമായ മൂല്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കാം എന്നുള്ളത് വസ്തു തന്നെയാണ്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ രാജിയിലേക്കുൾപ്പെടെ കാര്യങ്ങൾ പോയതും എന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് നിലപാടുകൾ എടുക്കേണ്ടത് തീർച്ചയായും സർക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമ്മയാണ് പ്രധാന ടാർഗറ്റ് എന്ന് തോന്നിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക പീഡന കേസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ആരെങ്കിലും പരാതി പറഞ്ഞാൽ, ഒന്ന്, ഇതൊരു വർക്ക് സൈറ്റിലുണ്ടാകുന്ന സംഭവമാണ്. ഇത് അമ്മയല്ല ഫലത്തിൽ, ഇത് യഥാർത്ഥത്തിൽ അമ്മയുടെ സഹകരണത്തോടു കൂടി ഇത് പരിശോധിക്കാമെന്നുള്ളതല്ലാതെ ഇങ്ങനൊരു പീഡനം ഉണ്ടായാൽ അത് ഏറ്റവും ആദ്യം പറയേണ്ട ഉത്തരവാദിത്തം, പരാതിപ്പെടേണ്ട ഉത്തരവാദിത്തം ഇരകൾക്കുണ്ട് എന്ന കാരണം അതങ്ങനെ പറയാൻ കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുറേ പരാതികൾ ഉയർന്നു വന്നു.
ഈ പരാതികളിൽ എന്ത് സംഭവിക്കാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോട്ടൽ മുറിയിലെത്തി എന്നൊക്കെയുള്ളതിൻ്റെ തെളിവുകളാണ് പലരുടെയും കൈവശമുള്ളത്. ശരിയാണ്. ഏത് മലയാള സിനിമയാണ് ഹോട്ടൽ റൂം വിട്ടൊരു ഡിസ്കഷൻസ് നടന്മാരും നടികളും അല്ലെങ്കിൽ സംവിധായകരും നടിമാരും ഒക്കെ ഉണ്ടാവുക? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഉർവശിയെ പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും മുറിയിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛനൊപ്പമോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊപ്പം പോവുക എന്നുള്ളത് മാത്രമേ, അത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, അതിൽ ഓരോ നടിമാരും അതിന് തയ്യാറാകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ട ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് അമ്മ പോലുള്ള അതൊരു സിനിമ സെറ്റിൽ ചെയ്യേണ്ടതുമാണ്. അമ്മയ്ക്ക് അത്തരം കാര്യങ്ങളിൽ സഹായിക്കാമെന്നുള്ളതല്ലാതെ ഈ പീഡനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം ഫലത്തിൽ അമ്മയുടെ തലയിൽ കെട്ടിവെക്കുന്നത് പോലെയായി ചർച്ചകളാകെ പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേട്ട മോഹൻലാൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കില്ലേ, എന്തിനാണ് ഞാനിങ്ങനെ പഴി കേൾക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല, മോഹൻലാലിൻ്റെ വഴി സംഘടന ഉണ്ടാക്കലല്ലോ, മോഹൻലാലിൻ്റെ വഴി സിനിമ ഉണ്ടാക്കലാണ്. ഇനി ഒരു പ്രൊഡ്യൂസറും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായി ആശീർവാദ് ഫിലിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് സിനിമ നിർമ്മിച്ച് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. ആരഭിനയിക്കണം തൻ്റെ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ അപരാധങ്ങളെല്ലാം എടുത്ത് തലയിൽ ഏന്തേണ്ടത് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായും മോഹൻലാലിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ടാകാം എന്നുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഉള്ളത്, ഇതെല്ലാം പഴയ ആരോപണങ്ങളാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒന്ന്. സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടാത്ത ആരോപണങ്ങൾ ഇതിലും ഭീകരമായിരിക്കാം ഒരുപക്ഷെ, ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ. പക്ഷെ അതാരും പരാതിപ്പെടുന്നില്ല. പരാതിയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം ബാക്കിയാണ്. തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ, പരാതി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് എങ്കിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായും ഒരു പോലീസ് സംഘത്തെ തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അവരത് പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ, അത്തരം നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം അമ്മ സംഘടനയ്ക്ക് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ വിഷയമില്ല. പക്ഷേ അമ്മ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മോഹൻലാൽ ആദ്യം ആശുപത്രിയിലായിരുന്നു, പിന്നെ ആ പരിപാടി നടക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം ആശുപത്രിയിലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം. പക്ഷേ അതൊന്നും മോഹൻലാലിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിധിവരെ തീർച്ചയായും ഇത്തരം സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാനത്തൊരു ഇപ്പോൾ ലൈംഗിക പീഡനം ഏത് സ്ഥലത്ത് നടന്നാലും അതിന് ഇവിടെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ, അല്ലാതെ അതിനുള്ള വകുപ്പില്ലാത്ത സംവിധാനമൊന്നുമല്ലല്ലോ. മാത്രവുമല്ല, ഈ ഓരോ സർക്കാരാണ് ഇതിന് സിനിമാ നയം രൂപീകരിച്ച് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് രൂപീകരിച്ച് എങ്ങനെ സുരക്ഷ ഒരുക്കണം എന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായതും ഇതേ കേരളത്തിൽ തന്നെയാണ്. അന്ന് തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കാമായിരുന്നു, അതിനുശേഷം ചിന്തിക്കാമായിരുന്നു. അതിൽ പലതും ഇപ്പോൾ ICC ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിലാണ് പ്രവർത്തിക്കുക. ഇതെല്ലാം പരിശോധിക്കാൻ യഥാർത്ഥത്തിൽ സർക്കാരിന് കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ നൈസായിട്ട് മിണ്ടാതിരുന്ന് ചില അന്വേഷണ ഏജൻസികളൊക്കെ വെക്കുകയും ചില ഇടതുപക്ഷ എന്ന് കരുതുന്ന പലരും ചേർന്ന് WCCയുടെ ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് മോഹൻലാലിനെ ഏകപക്ഷീയമായി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാൻ സാധിക്കും, ഒരുപാട് സാധാരണ മനുഷ്യർക്ക്, സിനിമയിൽ ഇല്ലാത്തവർക്ക്, പഴയ സിനിമാക്കാർക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു പ്രവർത്തനമാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് ആകെ ഫലത്തിൽ നടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വയനാടിന് വേണ്ടി ഇപ്പോൾ നടന്ന മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടി സ്റ്റേജ് ഷോയുടെയൊക്കെ ഗുണം വയനാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെയുള്ള ഗുണം ഇല്ലാതാകട്ടെ, അമ്മ സംഘടന ഇവിടെ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകട്ടെ. ഇപ്പോൾ അമ്മ സംഘടന എന്ന പേര് പറയാൻ പോലും പലരും തയ്യാറല്ല, AMMA എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മോഹൻലാലും സംഘടനയും അവരെല്ലാം അവരെ വിശേഷിപ്പിക്കുന്ന അമ്മ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ രാജി അനിവാര്യമായിരുന്നോ? ഈ രാജിയാണോ ശരി? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.